ശ്രീലങ്കയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇൻസാഫ് ഖാനെ കസ്റ്റംസുകാർ പിടിച്ചുകൊണ്ട് പോയി. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ക്യാമറ യൂസ് ചെയ്താണ് പ്രശ്നം. അങ്ങനെ ആ വള്ളി കേസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഓരോ നെയിം ബോർഡും ബൊക്കയും പിടിച്ച് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ബോർഡും ബൊക്കയും കൊണ്ട് വെയിറ്റ് ആക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. നേരെ പോയത് കൊളംബോ ലോട്ടസ് ടവറിലേക്കാണ് കേട്ടോ. ഏകദേശം 1200 അടി ഉയരമുള്ള ഈ ടവറാണ് ഏഷ്യയിലെ തന്നെ 11th ടോളസ്റ്റ് ടവർ. ഇന്ത്യയുടെ സജഷൻ പ്രകാരം ഇതിൻ്റെ ഹൈറ്റ് ഓൾറെഡി ഇച്ചിരി കുറച്ചിട്ടുണ്ട് ഇപ്പോൾ. അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് പിക്സൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ ഗംഗരാമായ ടെമ്പിളിലേക്ക് പോയിട്ടോ. വെറും 10 ദിവസത്തിൽ 5 കൺട്രി കാണാനുള്ളതുകൊണ്ട് നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം പ്ലേസസ് കവർ ചെയ്യാനായിരുന്നു പ്ലാൻ. ആൻഡ് ഈ ടെമ്പിളിലെ ആർക്കിടെക്ചേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഉള്ളിലേക്ക് അവർ ക്യാമറ ഒന്നും അലോ ചെയ്യണില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടെയുള്ള പെട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകാനിരുന്ന ഞാൻ അപ്പോഴാണ് ലോ ബിസിനസ് കാരണം സെക്യൂരിറ്റി റീസൺസും കൊണ്ടൊക്കെ അതിപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആണെന്ന് അറിയണത്. സോ ഞങ്ങൾ നേരെ ശ്രീലങ്കൻ്റെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ് കേട്ടോ പോയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ശ്രീലങ്കൻസിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സ്മാരകം ഇവർ ഉണ്ടാക്കിയത്. ഇവിടെ ഇപ്പോൾ ശ്രീലങ്കയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ഹോണറബിൾ ഡോൺ സ്റ്റീഫൻ സേനനായിക്കിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കമ്പനിയായ കുറച്ച് ടീംസ് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു മാളിലൊക്കെ കയറി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പം ഇന്ന് രാത്രി 3 മണിക്ക് നമുക്ക് മലേഷ്യയിലെ കോലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. സോ നമുക്ക് നാളെ മലേഷ്യയിൽ നിന്ന് കാണാം. ബൈ ബൈ.